അതെ ഗൈസ്, നമ്മൾ ആക്ച്വലി വിഷമിച്ച് എന്തോ പോയ ആരോ പോലെയാണ് ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ ബോർഡ് എക്സാമിൻ്റെ 3rd എക്സാം ആയിരുന്നു. മാത്തമാറ്റിക്സ് ആയിരുന്നു. ലാസ്റ്റ് എക്സാംസ് ഇംഗ്ലീഷ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഓക്കെ ഈസി ആയിരുന്നു. ബട്ട് മാത്സ് ചതിച്ചു ലിറ്ററലി. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. നോർമലി എല്ലാവർക്കും ഒരു ഓക്കെ ടഫായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ടഫായിരുന്നു. എനിക്ക് കുറച്ച് ക്ലാസ്സസും ഒക്കെ മിസ്സായി. പിന്നെ അത് കീപ്പപ്പ് ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ചതൊന്നും അല്ല ആക്ച്വലി. അമ്മ അതാ ചുമക്കാൻ, അമ്മ റിക്കവറായി വരുന്നേ ഉള്ളൂ. അമ്മ ഇപ്പം 2-3 ദിവസം മുമ്പ് ഡിസ്ചാർജായി വീട്ടിൽ എത്തിയുള്ളൂ. സോ നമ്മൾ ICSE നോർമലി വാസ്റ്റ് സിലബസ് ആണ്. NCERT-നെയും CBSE-നെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അത്ര ഇപ്പം NCERT ഒക്കെ പോലെ വളഞ്ഞു തിരിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. കാര്യം വാസ്റ്റ് സിലബസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. ബട്ട് ഇപ്പം തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ബാച്ച് തൊട്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യൂഷ്വലി സ്പെസിമെൻ്റെയും കാട്ടിയും ഈസിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആവേണ്ട. പക്ഷേ ഇതിപ്പം നേരെ തിരിച്ചൊക്കെയാണ്. സോ ഇനി കെമിസ്ട്രി ആണ് നെക്സ്റ്റ് എക്സാം. അത് കഴിഞ്ഞാൽ ഫിസിക്സ്, അത് കഴിഞ്ഞാൽ ബയോളജിക്ക് 10 days ഉണ്ട്. കെമിസ്ട്രിക്കും ഫിസിക്സിനും അധികം ദിവസം ഇല്ല. സോ അതിന് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. മാത്സ് എന്തായാലും പോയി നമുക്ക് കെമിസ്ട്രിക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെമിസ്ട്രി ഭയങ്കര പാടാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി അവരെങ്ങനെ എനിക്ക് തോന്നുന്നു പിള്ളേർ ഒരിക്കലും മാർക്ക് മേടിക്കരുത്. പിള്ളേർ തല പുകയോന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട പോലെ ഉണ്ട്. മാത്സ് ഞാൻ സീരിയസ്ലി എൻ്റെ രോഹിത്, അതായത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, നെയ്ബറാണ്, ബ്രദർ, ലൈക്ക് എല്ലാവർക്കും ഇൻസ്റ്റയിലൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. സോ അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് മാത്സ് പഠിക്കാൻ വേണ്ടി. ഈ ഒരു 1 week കൊണ്ട് ചോദിച്ചു നോക്ക്. ഞാൻ അടുത്ത് പറയണേ അമ്മ പറ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു. രാവും പകലും ഇരുന്ന് പഠിച്ചു. വന്ന ക്വസ്റ്റ്യൻസോ ലൈക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ടോപ്പിക്സ് അറിയാം. അത്രയൊക്കെ അറിയാമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്തത്. പ്രീവിയസ് ഇയറിനെയും കാട്ടിയും കുറേ ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പോഴത്തെ എക്സാം. സോ അത് കാരണം പിന്നെ ഞാൻ ഒരു വലിയ അഹങ്കാരം കാണിച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെയാണ് പോയത്. കാര്യം എനിക്ക് ടെൻഷൻ ആയതുകൊണ്ട് ഒന്നാമത്തെ വരെ ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. പിന്നെ 2 PM to 5 PM ആണ് എക്സാം. സോ ഉറക്കം വരുമെന്നൊരു ടെൻഷൻ. അതാണ് ഫുഡ് കഴിക്കാതെ പോയി ഗ്യാസ് കയറി. ഗ്യാസും മൈഗ്രെയിനും എല്ലാം റിലേറ്റഡ് ആണ്. സോ തല കറക്കം എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ ഗതി കെട്ട്. കാരണം നമ്മൾ ചിന്മയെന്ന് ആയുർവേദ കോളേജിൽ ബസ് ഇറങ്ങി ചിന്മയെന്ന് പോകുന്ന സ്ഥലത്ത് ആകെ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഞാൻ ഫസ്റ്റ് കണ്ട ചായക്കടയിൽ നിന്ന് ഉഴുന്നുവടയാണ് മേടിച്ചത്. സോ ഗ്യാസ് കൂടി. അങ്ങനെ എക്സാം പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു. അതിൻ്റെ ഇടയ്ക്ക് എക്സാം പേപ്പർ വേറെ ഏതൊക്കെ ഇടയിൽ എനിക്ക് ചിന്തിക്കാനും വേണ്ട. ലിറ്ററലി 2 ചെവിയിൽ നിന്ന് സൗണ്ട് കേൾക്കൂല. അതുപോലെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. എനിക്ക് സമയം കിട്ടിയതുമില്ല. എന്നാ എന്തെഴുതിയോ ഇറ്റ് വാസ് എ നൈറ്റ്മെയർ. എന്നാൽ ഈസി ഉള്ളൊരു ചാപ്റ്റർ അവർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. ബേസ് തിയറം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ എൻ്റെ വിഷമം ഞാൻ നിങ്ങളടുത്തും കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടും. ചെറുതായിട്ട് എനിക്ക് മുകളിലാണ് എൻ്റെ മുറി. എനിക്ക് മുകളിൽ പോകാനുള്ള എനർജി പോലും ഇല്ല. അത്ര അപ്സെറ്റായി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വന്നത്. അതാണ് എന്താ അമ്മയുടെ നൈറ്റ് ഒക്കെയാണ് എടുത്തിട്ടേക്കുന്നത്. ലിറ്ററലി കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനി കെമിസ്ട്രിയാണ്. ഈ മാത്സിൽ പോയത് കെമിസ്ട്രി പിടിക്കാന്ന് വെച്ചാൽ കെമിസ്ട്രിയും ഫിസിക്സും ഇനി എങ്ങനെയാണെന്ന് ആർക്കറിയാം. പക്ഷെ ഇനി അവര് തിരിച്ചാണ്. നിങ്ങൾക്ക് വട്ടാണ്. 3 എക്സാം എങ്ങനെയാണെന്നൊരു മനസ്സിലായില്ലേ എങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഓക്കെ പറയാനെളുപ്പം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. സോ അപ്പം ആരെങ്കിലും ISE ഉള്ള ആരെങ്കിലും അറിയാവോ, നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ എങ്കിൽ കമൻറ്റ് ബിലോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാം എന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. ഇനിയുള്ള എക്സാം കെമിസ്ട്രി ആണ്, 26-നാണ്. സോ എല്ലാവരും പ്രേ ഫോർ മീ. ആൻഡ് അമ്മ 2 ദിവസം മുമ്പ് ഡിസ്ചാർജ് ആയി. സോ അത് ഇപ്പോൾ എക്സാം നടക്കുന്നുണ്ടാകും ഞാൻ അലയൻസ് ഇല്ലാത്ത. ആൻഡ് ഇനി മാർച്ച് 15-ന് ശേഷം അലയൻസിലുണ്ട്. ഞാനും മിസ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ അവിടെയാണ് പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും നെഞ്ചിലൊരു കല്ല് പോലെയാണ് അവിടെ ഇല്ലാത്തതുണ്ട്. പക്ഷെ പിന്നെ ബോർഡ് എക്സാം ആയതുകൊണ്ടാണ്, അത് വേറെ കാര്യം. സോ യാ ദാറ്റ്സ് ഇറ്റ്. സോ ബൈ. ഞാൻ പോയിരുന്നു പഠിക്കട്ടെ.